എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നിലവിൽ കേരളത്തിലെ തിയേറ്ററുകളിൽ വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുന്ന 3 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റാണ് ഈ വീഡിയോയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യം തന്നെ ലാലേട്ടൻ്റെ നേരിൻ്റെ സിനിമയിലേക്ക് കടക്കുകയാണെങ്കിൽ ജിത്തു ജോസഫിൻ്റെ സംവിധാനത്തിൽ ഡിസംബർ മാസം 21-ാം തീയതി ക്രിസ്മസ് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ലാലേട്ടൻ്റെ ഏറ്റവും പുതിയ കോർട്ട് റൂം വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണല്ലോ നേര്. കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും 28 ദിവസം പിന്നിടുന്ന സിനിമയുടെ 27 ദിവസത്തെ കേരള കളക്ഷനും വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷനും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യം തന്നെ കേരളത്തിലെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ പുറത്തുവിട്ട അപ്ഡേറ്റുകൾ പ്രകാരം ലാലേട്ടൻ്റെ നേരെന്ന സിനിമ 25 ദിവസം കേരള ബോക്സ് ഓഫീസിൽ പിന്നിടുമ്പോൾ ചിത്രം 46,60,00,000 രൂപയാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ചിത്രത്തിന്റെ 27 ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കിട്ടിയിരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രം 27 ദിവസം കേരള ബോക്സ് ഓഫീസിൽ പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം 46,50,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. ഇനി ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 27 ദിവസം പിന്നിടുന്ന നേരുന്ന സിനിമ ഇന്നലത്തെ കളക്ഷനോട് കൂടി ചിത്രം 84,90,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. ഈ ആഴ്ചയോട് കൂടി തന്നെ ചിത്രം ലോകമെമ്പാടും നിന്നും 85 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. നേരെന്ന സിനിമ നേരത്തെ തന്നെ ബിസിനസ് അടക്കം 100 കോടി ക്ലബിൽ കയറിയിരുന്നു. കേരളത്തിൽ ഫൈനൽ കളക്ഷനിലേക്ക് എത്തപ്പെട്ട സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കൂ. അടുത്ത സിനിമ കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ജയറാമിന്റെ ഏറ്റവും പുതിയ മലയാളത്തിലെ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണല്ലോ എബ്രഹാം ഓസ്ലർ. മിഥുൻ മാനുവൽ തോമസിന്റെ സംവിധാനത്തിൽ ജയറാം, അനുശ്രീരാജൻ, ജഗദീഷ്, മമ്മൂക്ക തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കഴിഞ്ഞ വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായ എബ്രഹാം ഓസ്ലർ എന്ന സിനിമയ്ക്ക് ചിത്രം കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും 6 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 6 ദിവസത്തെ ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 5-ാം ദിവസത്തിനേക്കാൾ കളക്ഷൻ കുറഞ്ഞ കാഴ്ചയാണ് 6-ാം ദിവസമായി ഇന്നലെ കാണാൻ സാധിക്കുന്നത്. 5-ാം ദിവസം ചിത്രം 1,40,00,000 രൂപ കേരള ബോക്സ് ഓഫീസിൽ നേടിയപ്പോൾ 6-ാം ദിവസമായി ഇന്നലെ ചിത്രം 1,10,00,000 രൂപയാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടുകൂടി 6 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 14,15,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. ദിനംപ്രതി ഓസ്ലറിന്റെ കേരള കളക്ഷൻ കുറയുന്നുണ്ടെങ്കിൽ പോലും ചിത്രത്തിന് മികച്ചൊരു കളക്ഷനാണ് ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഇനി ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 5 ദിവസം കൊണ്ട് ചിത്രം ലോകമെമ്പാടും നിന്നും 24 കോടിയിലേക്ക് എത്തപ്പെട്ട സിനിമ ഇന്നലെയും ചിത്രത്തിന് 2 കോടി കടത്ത് രൂപയാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതോടുകൂടി 6 ദിവസം കൊണ്ട് ചിത്രം 26 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. ഇപ്പോഴും മികച്ച കളക്ഷനുമായി മുന്നേറുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കൂ. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കും ഏറ്റവും പുതിയ മൂവി റിവ്യൂകൾക്കും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യവും പരിഗണിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.